വെച്ച് നീട്ടിയ ജീവൻ വെറുതെ കളയുന്നതിലും നല്ലതല്ലയോ ആ ജീവൻ വെച്ച് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നത്? ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ട് എന്നാ കിട്ടി? കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം. ഇനി ഞാനും പങ്കിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പോവാ ചിന്നു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങള്. അതിന് ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പണം കൊണ്ടല്ല, ശരീരം കൊണ്ട് സഹായിക്കും. അതിപ്പം പെട്ടെന്ന് അങ്ങനെ പറ്റുമോ ചോദിച്ചേ? പറ്റും. മുന്നിട്ടിറങ്ങാൻ രണ്ടാളുണ്ടെങ്കിൽ എന്തുവാ ഇവിടെ നടക്കാത്തെ? ഒരു സംഘടന ഉണ്ടാക്കണം ചോദിച്ചായ. അതിന്റെ പേരിൽ വേണം സഹായം ചെയ്യാൻ. ഇവിടെയും പുഴക്കരയൊക്കെ ഒത്തിരി രോഗികളുണ്ട്. വയസ്സായ പിന്നെ മക്കള് പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കൊരു കൈസഹായം കൊടുക്കാന്ന് വെച്ചാ വലിയ കാര്യം തന്നെയാ. അതിനൊക്കെ കാശ് വേണ്ട ചിന്നു. വേണം. സംഘടനയുടെ പേരിൽ നമ്മൾ നാട്ടിലിറങ്ങി പിരിക്കണം. ജോയിച്ചാനും പങ്കിയാൻറ്റി അതിനുവേണ്ടി ഇറങ്ങിയ കാശൊക്കെ ആവശ്യത്തിലേറെ കിട്ടും. കരിമനെ ഇവരോടൊപ്പം കൂടണമെന്നാ എന്റെ ആശ. ഓ പിന്നെന്താ, ഞാൻ ചോദിച്ചേ. മക്കളെ, പുഴയെന്ന് മലവെള്ളം പൊന്തി അക്കരയെന്ന് വന്ന തോണി മുങ്ങി 5-6 പേര് ഒലിച്ചു പോയിരിക്കണ ചിന്നു. ഈശ്വര, രാവിലെ കാറും കോളും വന്ന് പോയപ്പോഴേ ഞാൻ കരുതിയതാ ചിലപ്പോ ചെതലിമലയിൽ മഴ പെയ്ത് കാണുമെന്ന്. ആ വെള്ളമായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് അരിച്ചു വന്നത്. അക്കര മാടൻ കോവിലിന് വിശേഷ പൂജ ഉള്ളത് കൊണ്ട് തോണിയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കർത്താവേ, എന്റെ പങ്കി. എന്താ? പങ്കിയാൻറ്റി മാടൻകോവിലിൽ പോയിരുന്നു. എന്റെ വലങ്കാളി, ഒലിച്ചുപോയ കൂട്ടത്തില് 2 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നെന്നാ നീന്തി കയറിയ തോണിക്കാരൻ പറഞ്ഞത്. മാതാവേ, എന്റെ പങ്കി. മൃദുലയുടെ കാര്യത്തിൽ ഞാൻ എതിർത്ത് സംസാരിച്ചതിന്റെ പകയാ അവളിപ്പോൾ എന്നോട് കാണിക്കുന്നത്. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. തെങ്ങുമൂട്ടിൽ ഞാൻ കള്ളനെ പോലെ കയറി ചെന്ന് പ്രമാണമെടുത്തു എന്ന് പറഞ്ഞാൽ, ആ മുറ്റത്ത് ഞാൻ കാലുകുത്തിയിട്ട് തന്നെ 2 വർഷമായി. എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമല്ലേ സസ്പെൻഷനിലിരിക്കുന്ന അവൾ എന്നെ ASP ഓഫീസിലേക്ക് വിളിപ്പിച്ചത്? അല്ല, വല്യച്ഛന് വലിയൊരു അപമാനം വരാതിരിക്കാനാ. അതെങ്ങനെയാണെന്നൂടെ മോളെന്ന് പറഞ്ഞേ. അപ്പൂപ്പന് പഴയ ചരിത്രം അറിയാലോ. ത്രേസ്യാമ്മച്ചിയുടെ പ്രമാണങ്ങൾ എടുത്തോണ്ട് പോയി വല്യച്ഛൻ പണയം വെച്ചത്. അത് സംബന്ധിച്ച കേസിന്റെ ഫയലെടുത്ത് SI ഫ്രാൻസിസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ ഓഫീസിൽ ചെന്നേ. ഫ്രാൻസിസ് ഇവിടെ പുതിയ ആളാ. ഇവിടുത്തെ ബന്ധങ്ങളൊന്നും പുള്ളിക്ക് അറിയില്ല. ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ വല്യച്ഛനെ എവിടുന്നെങ്കിലും പൊക്കി പോലീസ് ജീപ്പ് കയറ്റിക്കൊണ്ടുവന്ന് അയാൾ ചോദ്യം ചെയ്യുമായിരുന്നു. കാരണം വല്യച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം അയാൾക്ക് അറിയില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാളോട് ഞാൻ പറഞ്ഞതും സ്വന്തം വണ്ടി ഓടിച്ച് ഓഫീസിലെത്താൻ ഞാൻ വല്യച്ഛനോട് ആവശ്യപ്പെട്ടതാണോ എന്റെ ഭാഗത്തുനിന്നുണ്ടായ അപമാനം? അച്ഛാ, പഴയൊരു കേസും പൊക്കി പിടിച്ച ഇവനാണോ കൊച്ചിന്റെ പ്രമാണങ്ങൾ എടുത്തത്? അല്ല, അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ല. പിന്നെന്തിനാ ഇവനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്? അതും സസ്പെൻഷനിലായിരിക്കുന്നു നീ. എന്തിന് കേസന്വേഷണത്തിന് ഇറങ്ങി? അപ്പൂപ്പ, ഞാൻ ഓഫീസിൽ പോയത് ബോബന്റെ അമ്മച്ചിയുടെ വിവരങ്ങൾ അറിയാനാ. അവിടെ ചെന്നപ്പോ വല്യച്ഛനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം അറിഞ്ഞ് വല്യച്ഛൻ വന്നു പോണത് വരെ ഞാൻ അവിടെ നിന്നു. അതാണോ തെറ്റായത്? അതെ, അത് തെറ്റ് തന്നെയാ. അങ്ങനെയാണെങ്കിൽ എന്നെയും കൊണ്ടുപോയി ചോദ്യം ചെയ്തോ നിനക്ക്? ചിന്നുവിന്റെ കൂടെ ആദിവാസി കോളനി താമസിക്കുന്ന സമയത്ത് ആ പ്രമാണങ്ങൾ ആദ്യം കൈവച്ചിരുന്നത് ഞാനല്ലേ? ഇവനേക്കാൾ അത് കൈക്കലാക്കിയ ഗുണം എനിക്കല്ലേ? അപ്പൂപ്പ, വേണ്ട കുഞ്ഞെ, ഇവൻ തെങ്ങുമൂട്ടി കയറി പ്രമാണങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടായിട്ട് ഞാൻ പറയൂ. യുക്തിയില്ലായ്മയാണോ പോലീസ് ട്രെയിനിങ്ങിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അപ്പൂപ്പനും എന്നെ സംശയിക്കല്ലേ? കുടുംബത്തിനൊരു അപമാനം വരരുതെന്ന് കരുതി ഞാൻ ചെയ്ത നല്ല കാര്യം എനിക്ക് തന്നെ വിനയായി. ആലോചനയില്ലാതെ പ്രവർത്തിച്ചാൽ അത് അങ്ങനെ തന്നെ വരൂ. ഇവന്റെ പുറകെ നടന്ന് സമയം കളയാതെ യഥാർത്ഥ കള്ളനെ പിടിക്കാൻ നിന്റെ പോലീസിനോട് പോയി പറ. അരുതാത്തൊന്നും ഉണ്ടാവത്തില്ല. ചിന്നു ആൾക്കാരെ കൂട്ടി തിരയാൻ പോയിരിക്കല്ലേ?
അവളിപ്പോ വരും. നേര് പറഞ്ഞ അച്ഛൻ്റെ കാര്യമായതുകൊണ്ടാ ചിന്നുവിനെ ഞാൻ പറഞ്ഞയച്ചത്. ഈയിടെയായിട്ട് കാട്ടിലോട്ടൊന്നും വിടാറില്ല ചിന്നുവിനെ. വയറ്റിലുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സമാനപ്പെട്ട് ചോദിച്ചാ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പങ്കുചേച്ചി ഉണ്ടാവും. എനിക്കത് ഉറപ്പാ. ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ച ഉടനെ ദൈവം അത്ര വലിയ ക്രൂരതയൊന്നും കാട്ടുകയില്ല. ആ എന്താ ചിന്നു, വലിയ വിവരം കിട്ടിയോ? അത് അങ്ങ് താഴെ പാറക്കെട്ടിന്റെ അവിടെ 3 ആളെ മരിച്ച നിലയിലാ കണ്ടെത്തിയത്. ഒലിച്ചു പോയവരില് ഒരാള് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. പങ്കയോ? പങ്കിയാന്റിയെ പറ്റി ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ല. ആ അപ്പൊ ആ മറിഞ്ഞ തോണിയില് പങ്കുചേച്ചി കയറി കാണത്തില്ല. ഇനിയിപ്പോ മലവെള്ളം ഇറങ്ങി രാവിലെ തിരിക്കാൻ തോണിയിൽ വരൂ. അത് അങ്ങനല്ല കരുമ. തോണിയില് പങ്കിയാന്റിയെ കണ്ടെന്ന് രക്ഷപ്പെട്ട ചിരിതമ്മ പറഞ്ഞു. പക്ഷെ കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാരും തോണി മുങ്ങിയ ശേഷം പങ്കിയാന്റിയെ കണ്ടിട്ടില്ല. എന്റെ പങ്കി പോയി ചിന്നു. നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ച് അവളെ കർത്താവ് വിളിച്ചു. ഇനിയിപ്പൊ ഞാൻ എണ്ണത്ര ഈ ഭൂമി ജീവിക്കുന്നു. എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ കരുമ, എനിക്കിനി ജീവിക്കണ്ട. അവള് പോയ മലവെള്ളത്തിൽ തന്നെ ഞാനും പോവാ. മണ്ടത്തരം പറയല്ലേ. രണ്ടിലൊന്നും ഉറപ്പാവണ്ട, അവിവേകമൊന്നും കാണിക്കല്ലേ. മലവെള്ളത്തിൽ ഒലിച്ചു പോയവരൊക്കെ 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന ചരിത്രമുണ്ട്. ഇല്ല ഇല്ല, അവള് പോയി കരുമ. എന്നാ പോയി മലവെള്ളത്തിൽ ചാട്. 2 ദിവസം കഴിഞ്ഞ് പങ്കുചേച്ചി ഇവിടെ വരുമ്പോ ഞാൻ പറഞ്ഞോളാം ചോദിച്ചാൽ മലവെള്ളത്തിൽ ചാടി ചത്തുപോയെന്ന്. കരിമ, നീ എന്ത് വർത്താനോ ഈ പറയുന്നേ? ചങ്ക് പൊട്ടി നിൽക്കുക ചോദിച്ചാൻ. അപ്പോഴാണോ കുത്തി നോക്കുന്നത്? അതല്ല ചിന്നു, പിന്നെ കാര്യം എന്താ തീർച്ചയാക്കാണ്ട് ചാവാൻ പുറപ്പെടാൻ ഞാൻ എന്ത് പറയാനാ? നിനക്കറിയത്തില്ലേ അങ്ങനെ പലരും തിരിച്ചു വന്ന കാര്യം? അറിയാം. കഴിഞ്ഞ കൊല്ലം മാധവന്റെ ഭാര്യ ഒലിച്ചു പോയിട്ട് 4-ാം ദിവസം തിരിച്ചു വന്നു. അതിനു മുമ്പ് ചെമ്മനും രാജനും കാളിയും ഒക്കെ മലവെള്ളത്തിൽ പെട്ടിട്ട് 3 ആള് 3 ദിവസമായിട്ടാ തിരിച്ചു വന്നേ. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചുമ്മാ പറയുക. എനിക്കറിയാം. അല്ല ചോദിച്ചായ, നമുക്ക് മലമുത്തിയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ പങ്ക് എനിക്ക് തന്നെ. എന്നാ അമ്മച്ചിയെ പറ്റി വല്ല വിവരവും കിട്ടിയോ? ഇല്ല. പിന്നെ പിന്നെ നീ എന്നാ വല്ലാതിരിക്കുന്നേ? എസ് ഐ ഫ്രാൻസിസിനെ ഒന്നുകൂടി ചൂടാക്കി നിർത്താൻ വേണ്ടി ഞാൻ വൈകിട്ട് ഓഫീസിൽ പോയിരുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ ത്രേസ്യാമ്മച്ചി ഒന്ന് കാണാമെന്ന് കരുതി ഹോസ്പിറ്റലിലും കയറി. പക്ഷേ ആരോ 2 പേർ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിച്ച് ത്രേസ്യാമ്മച്ചിയെ കൊണ്ടുപോയത്രേ. കൂടെ കൂടെ കാണാൻ വരുന്ന ആളായതുകൊണ്ടും കൊച്ചുമോനായതുകൊണ്ടുവാ ഡിസ്ചാർജ് ചെയ്താന്നാ ഡോക്ടർ പറഞ്ഞേ. കൊച്ചുമോനോ? ആരാത്? ഇല്ല, അങ്ങനെ ഒരാളില്ല. കൊണ്ടുപോയവരെ കണ്ടുപിടിക്കാൻ ഞാൻ നടത്തിയ ശ്രമവും വിജയിച്ചില്ല. ഒടുക്കം ഞാൻ പഴയ ധ്യാന കേന്ദ്രത്തിൽ വരെ അന്വേഷിച്ചു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു എനിക്ക്. കൊച്ചുമോനാണെന്ന് പറയണമെങ്കിൽ നീരേറ്റിന്ന് ആരെങ്കിലും ചെന്ന് കൂട്ടിക്കൊണ്ടു പോയതായിരിക്കോ? ഏയ് അല്ല, ഇതൊന്നും അവിടെ അറിഞ്ഞിട്ടില്ല. അപ്പൻ അറിയുമ്പോ എന്തുവന്ന എന്റെ പേടി. ത്രേസ്യാമ്മച്ചിക്ക് ബോധം തെളിഞ്ഞതിന്റെ സന്തോഷത്തില അപ്പനിപ്പോ. അതിനിടയിൽ ആളെ കാണാനില്ലെന്ന് പറഞ്ഞാ. എനിക്കൊരു സംശയം സെലീന. അമ്മച്ചിയെ കാണാതായി, അതിന്റെ പുറകെ ത്രേസ്യാമ്മച്ചിയും കാണാതായി, പ്രമാണങ്ങളും കാണാനില്ല. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ? ചിലപ്പോ
ബോബന്റെ ഈ സംശയം ശരിയാവാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ അർത്ഥം പാടെ മാറും. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ. അപ്പോ അമ്മച്ചിയും ചിലപ്പോ തട്ടിക്കൊണ്ടുപോയതാവാം. അമ്മച്ചി സ്വയം വീടുപേക്ഷിച്ച് പോയതായിരിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അമ്മച്ചിയുടെ ആ പോക്കിന് ഒരു യുക്തി തോന്നുന്നില്ല. നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുമ്പോ അമ്മച്ചി ഒരിക്കലും നമ്മളെ ഇട്ടെറിഞ്ഞ് പോവില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണം. അവന്മാര് അമ്മച്ചിയെ വല്ലതും ചെയ്താ? ഛേ, അങ്ങനെയാണെന്ന് അപ്പോഴേക്കൊന്ന് ഉറപ്പിച്ചോ? ഒരു സംശയം ഡിസ്കസ് ചെയ്തല്ലേ നമ്മള്. നാളെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് ത്രേസ്യാമ്മച്ചിയെ കൊണ്ടുപോയവരുടെ ഒരു രൂപരേഖ ഉണ്ടാക്കാൻ നോക്കട്ടെ. സ്ഥിരം ക്രിമിനൽസ് വല്ലവരും ആണെങ്കിൽ 2 മണിക്കൂർ മതി. അവരെ ക്വസ്റ്റ്യൻ ചെയ്താൽ വിവരം കിട്ടും. ഇതെന്നാ നീ നേരത്തെ ചെയ്യാഞ്ഞേ? അമ്മച്ചിയുടെയും ത്രേസ്യാമ്മച്ചിയുടെയും തിരോധാനത്തിൽ സ്വത്ത് പ്രശ്നമുണ്ടെന്ന് നേരത്തെ തോന്നിയിട്ടില്ലല്ലോ ബോബ. ഒരു തട്ടിക്കൊണ്ടുപോകലാണെന്നും സംശയിച്ചില്ല. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ അന്വേഷണത്തിന്റെ രീതിയൊക്കെ മാറും. അമ്മച്ചിയുടെ ആഭരണങ്ങളാ നമ്മുടെ തുറുപ്പുചീട്ട്. ആഭരണം മോഷ്ടിക്കപ്പെട്ടതായി കേസോ പത്രവാർത്ത ഇതുവരെ വന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ കരുതും ആഭരണമോ പ്രമാണമോ നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ 2 ദിവസത്തിനകം അവർ ആഭരണം വിൽക്കാൻ ശ്രമിക്കും. കൈയോടെ ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. അതെങ്ങനെ? നാളെ രാവിലെ തന്നെ പഴയ പൊന്നെടുക്കുന്ന എല്ലാ ജ്വല്ലറികളിലും പോലീസ് രഹസ്യ വിവരം കൊടുക്കും. ബോബ സമാധാനായിട്ടിരിക്കെ. നമ്മുടെ ഈ ഊഹ ശരിയാണെങ്കിൽ 2 ദിവസത്തിനകം അമ്മച്ചിയെ കണ്ടുപിടിക്കും. വേണം. എൻ്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല സെലീന. ബോബൻ വിഷമിക്കണ്ട. ബോബന്റെ അമ്മച്ചിയെ ഞാൻ കണ്ടെത്തി കൊണ്ടുവരും. ആണ്ടേ നല്ല ചൂട് തട്ടുദോശ അമ്മച്ചിമാരെടുത്ത് ഇഷ്ടം പോലെ കഴിച്ചാട്ടെ. ഇത് അവസാനത്തെ അത്താഴമാണെന്ന് പറഞ്ഞേക്കാൻ മുതലാളി പറഞ്ഞു. എന്നുവെച്ചാ ഇതോടെ ആഹാരം ക്ലോസ്. നാളെ മുതൽ വായു ഭക്ഷണം, അല്ലെങ്കിൽ ഒപ്പ്. ടാറ്റാ. ചിന്നു, ചിന്നു, ചിന്നു. കരുമ, ചിന്നു. ജോച്ചേട്ടാ. അയ്യോ, അയ്യോ, പങ്കി, എന്നെ പറ്റി. അയ്യോ, കരുമ, ചിന്നു, പങ്കി, പങ്കി, എന്നെ പങ്കി. അയ്യോ ചിന്നു, പങ്കേണ്ടി. നീ പോയി വെള്ളം എടുത്തിട്ടോ. പോ. പങ്കി, എന്നെ പറ്റി പങ്കി. മഴദൈവങ്ങൾ കാത്തു. പങ്കി, പങ്കി. ചിന്നു, വെള്ളം എന്നാ കഥയൊക്കെ പിന്നെ ചോദിക്കാം. ആദ്യം ഞാനൊന്ന് കൊണ്ടുപോയി കുളിപ്പിക്കട്ടെ, കുടിക്ക്. എന്നിട്ട് ഒന്ന് ഉറങ്ങട്ടെ. മതി. പയ്യെ. പങ്കി, പറയൂ. ഇനി ജോയിച്ചേട്ടനെ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. ക്ഷീണമുണ്ടെങ്കിൽ ഒക്കെ പിന്നെ പറയാൻ പങ്കി. വേണ്ട, ജോയിച്ചേട്ടന്റെ സങ്കടം എനിക്കറിയാം. ഞാൻ മരിച്ചു പോയെന്ന് കരുതി ഈ മനസ്സ് ഒത്തിരി വേദനിച്ചതല്ലേ. വള്ളം മറിഞ്ഞപ്പോ ഞാൻ കലങ്ങി മറിഞ്ഞ മലവെള്ളത്തിലേക്ക് വീണു. അതോടെ എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. അതോടെ ഞാൻ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായിരുന്നു. ഒത്തിരി വെള്ളം കുടിച്ചു. മുക്കാലും മുങ്ങി ചത്തതാ ചോദിച്ചേട്ടാ ഞാൻ. അപ്പോ ദൈവം കൊണ്ടിട്ടതുപോലെ ഒരു പൊങ്ങുതടി മുന്നില്.
മരണവെപ്രാളത്തോടെ അധികാരം പിടിച്ചു ഞാൻ. എവിടേക്കോ തട്ടി ഇടിച്ചു കണ്ണോടെ ചൊറ്റപ്പെടുത്തായിരുന്നു. വിട്ടില്ല. ഒടുക്കം അങ്ങ് ദൂരെ എവിടെയോ രാത്രിയായപ്പോ കരക്കടിഞ്ഞു. പിന്നെ മതി, മതി. ദൈവം നമ്മൾ അങ്ങനെ പിരിക്കത്തില്ല ഭംഗി. മരിക്കുവാണ് നമ്മൾ ഒരുമിച്ചേ മരിക്കത്തുള്ളൂ. കരയില്ലേ, കരയില്ലേ.